Good morning. We already discussed about different type quantum numbers. Azimuthal quantum number, magnetic quantum number, principal quantum number. Okay, is it clear? Okay, let's see about filling of electron in the subshells. How? When the electrons in an atom are distributed in subshells, they are being filled gradually in the increasing order of energies of the subshells. This is called a subshell electron configuration. Increase in order of energy ആണല്ലേ. അപ്പോൾ ഏതാണോ ലെസ് എനർജി ഉള്ള ഷെൽ ഏതാണ്? ഫസ്റ്റ് ഷെല്ലാണ്. n=1 ഉള്ള ഷെല്ലാണ്. അതാണ് ലീസ്റ്റ് എനർജി ഉള്ള ഷെല്ല്. സെക്കൻഡ് KLMN എന്നല്ല പോണേ. അപ്പോൾ K പിന്നെ L അല്ലേ. അപ്പോൾ സെക്കൻഡ് n=2 ഉള്ള ഷെല്ലാണ്. അങ്ങനെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജിയുടെ അടിസ്ഥാനത്തിലാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിൽ ഓരോന്നിലും സബ്ഷെൽസുകൾ ഉണ്ട് അല്ലേ. ഈ കോളൊന്ന് നോക്കുമ്പോൾ മനസ്സിലാവും ഏതൊക്കെ സബ്ഷെൽസുകളാണ് ഉള്ളതെന്ന്. നോക്കിക്കോ, ഒന്നാമത്തെ ഷെല്ല് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ കെ ഷെല്ലിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1 ആണല്ലോ വരുന്നത്. അതിൽ എസ് സബ്ഷെല്ലാണുള്ളത്. എസ് സബ്ഷെല്ലിൽ നമ്മൾ പറയുന്നത് ഒന്നാമത്തെ ഷെല്ലിൽ എസ് സബ്ഷെല്ലിനെ നമ്മൾ പറയുന്നത് 1s എന്നാണ്. 1s കണ്ടോ. ഇനി സെക്കൻഡ് ഷെല്ലിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെയാണ് നമ്മൾ n=2 എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് സെക്കൻഡ് ഷെൽ എന്ന് പറഞ്ഞത്. എൽ ഷെല്ലാണത്. അതിൽ എസും പിയും ഉണ്ട്. എസും പിയും ഉണ്ട്. അപ്പോൾ നമ്മൾ പറയലെങ്ങനെയാ? ഒന്നിൽ ഉള്ള ഷെല്ലിനെ നമ്മൾ പറഞ്ഞു 1s എന്ന് പറഞ്ഞു. അതേപോലെ ആ എസ് രണ്ടാമത്തെ ഷെല്ലിലും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിലും നമ്മൾ രണ്ടാമത്തെ ഷെല്ലായതുകൊണ്ട് 2s എന്ന് കൊടുക്കും. അപ്പോൾ 2s ഉണ്ട്, പിന്നെ 2p ഉണ്ട്. രണ്ടാമത്തെ ഷെല്ലിൽ 2 സബ്ഷെല്ലുകൾ. ഇനി മൂന്നാമത്തെ ഷെല്ലിൽ 3 സബ്ഷെല്ലുകളാണ് ഉണ്ടാവുക അല്ലേ. മൂന്നാമത്തെ ഷെല്ലിൽ 1s ഉണ്ടാകും. 1s അല്ല 3s കേട്ടോ. മൂന്നാമത്തെ ഷെല്ല് 3s പിന്നെ 3p ഷെല്ലുകൾ. സബ്ഷെല്ല് ലാസ്റ്റ് കൊടുക്കുക, ഷെല്ലിൻ്റെ നമ്പർ ഫസ്റ്റ് കൊടുക്കുക. അങ്ങനെ 3p പിന്നെ 3dയും കൂടി ഉണ്ട് അല്ലേ. പിന്നെ നാലാമത്തിൽ ഈ പറഞ്ഞ എല്ലാ ഷെല്ലുകളും ഉണ്ട്. പിന്നെ അതിലൊന്ന് എക്സ്ട്രാ ഉണ്ട്. അപ്പം 4s 4p 4d ഇങ്ങനെ വരും. 4s 4p 4d പിന്നെ 4f ഉണ്ട് അല്ലേ. ഇതൊക്കെ നാലാമത്തെ ഷെല്ലിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷെല്ലും സബ്ഷെല്ലും എങ്ങനെ കൊടുക്കാമെന്ന് മനസ്സിലായല്ലോ. ഫസ്റ്റ് ഷെല്ലിന് നമ്പർ കൊടുക്കും, അതിലേത് സബ്ഷെല്ലൊക്കെയാണ് വരുന്നതെന്ന് കൊടുക്കും. ഇനി നോക്കിയേ, ഇവിടെ ഓരോരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ്, ആദ്യം സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണെന്ന് മനസ്സിലാവണം. അപ്പോഴാണ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണെന്ന് മനസ്സിലാവുക. ഇവിടെ സബ് ഷെല്ല് എന്ന് പറയുന്നത് പിന്നെ 1s ആണ്. ഒന്നാമത്തെ ഷെല്ലിൽ എസ് സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണ് വരുന്നത്? 2 ഇലക്ട്രോൺസ് ആണ് മാക്സിമം ഉണ്ടാവുക. ഇലക്ട്രോൺസ് അക്കോമഡേറ്റഡ് ഈച്ച് സബ് ഷെല്ല് കേട്ടോ. അപ്പം ആ ഒരു ഷെല്ലിൽ എന്ന് പറഞ്ഞത് എസ് എന്ന് പറഞ്ഞ സബ് ഷെല്ല് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് മാത്രമാണ് ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ ഷെല്ല് എന്ന് പറയുന്നത് 2 സബ് ഷെല്ലുകൾ വരും. ഈ കോളത്തിൽ 2sഉം കൂടെ വരണം. 2s. അപ്പം ഇതിൽ രണ്ടിലുമുള്ള ഇലക്ട്രോൺസ് നോക്കണം. അപ്പോൾ എസ് എന്ന് പറഞ്ഞ സബ് ഷെല്ലിൽ നമുക്കറിയാം 2 ഇലക്ട്രോൺസ് ആണ്. ഇവിടെ ഫസ്റ്റ് 1s കൊടുത്തിട്ടുണ്ടല്ലോ, അതന്നെയാണ് ഇതിലും വരുന്നത്.
എസ്സിൽ എപ്പോഴും രണ്ട് ഇലക്ട്രോൺസേ പോവുള്ളൂ. ഇനി 2p ഇവിടെ എത്ര കൊടുത്തിട്ടുള്ളത്? 2p 6 അല്ലേ? മാക്സിമം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 6 ഇലക്ട്രോണാണ് പി എന്ന സബ് ഷെല്ലിൽ ഉണ്ടാവുക. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഈ എസ്സിലെയും പിയിലെയും കൂടി ആഡ് ചെയ്ത നമ്പറാണ് 8 എന്നുള്ളത് കേട്ടോ. ഇനി മൂന്നാമത്തെ ഷെല്ലിലേക്ക് പോകാം. മൂന്നാമത്തെ ഷെല്ലിലേക്ക് പോയാൽ 3 സബ് ഷെല്ലുകൾ വരും. ഇവിടെ 3s, പിന്നെ 3p, 3d ഉണ്ടാവും. 3d ഇതിൽ മൂന്നിലും എത്രയൊക്കെയാണ് നോക്കാം. എസ് എന്ന് പറഞ്ഞ സബ് ഷെല്ലിൽ എപ്പോഴും മാക്സിമം 2. ഇനി പിയിൽ ഇവിടെ തന്നിട്ടുണ്ടല്ലേ 6, ഡിയിൽ 10 ആണ്. അപ്പോൾ ഇത് മൂന്നും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 18 എന്ന ആൻസർ കിട്ടും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഫോർത്ത് ഷെല്ലിൽ നോക്കിയേ, 4s എത്ര ഉണ്ടാവും? എസ്സിൽ എപ്പോഴും 2. ഇനി ഇവിടെ 4p ആയിരിക്കും. പിയിൽ നമുക്ക് എപ്പോഴും എത്ര ഉണ്ടാവുക? 6 ആണല്ലേ? 6. പിന്നെ 4dയിൽ മൂന്നാമത്തെ കോളം 4d ആണ്. 4dയിൽ എത്ര ഉണ്ടാവുക? 10. പിന്നെ ഇവിടെ ഉണ്ടാവുക 4f ആണ്. 4fലാണ് 14 നിറയുന്നത് കേട്ടോ. 4f. ഓക്കെ, ക്ലിയർ? ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെയാണ് സബ് ഷെല്ല്, അതിൽ എത്രയൊക്കെ ഇലക്ട്രോൺസ് ആണെന്ന് അറിയാമെന്ന് പഠിച്ചു. ഇനി ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി എന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാണ് വരുന്നത്? ഒന്നിൽ ഏറ്റവും കുറഞ്ഞത് ഏതാണ്, പിന്നെ കൂടിയത് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം കേട്ടോ. ഇവിടെ നോക്കിയേ, n ഈക്വൽ 1 എന്ന് പറഞ്ഞത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ് അല്ലേ? ഈ n ഈക്വൽ 1 ആകുമ്പോൾ നമ്മൾ ഒന്നാമത്തെ ഷെല്ലായിരിക്കും. ഈ ഷെല്ലിൽ എസ് എന്ന് പറയുന്ന ഒരു സബ് ഷെൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ആ എസ്സിലാണ് ഇലക്ട്രോൺസ് നിറഞ്ഞിട്ട്, എസ്സിൽ മാക്സിമം 2 ആണല്ലോ പോവുക, ആ 2 നിറയും. അതിനുശേഷം പിന്നെ രണ്ടാമത്തെ ഷെല്ലാണ് n ഈക്വൽ 2 എന്ന് പറഞ്ഞ ഷെല്ല് അല്ലേ? ഇതാ ഈ രണ്ടാമത്തെ ഷെല്ലിൽ ഇതിൽ നിന്ന് പോണ കണ്ടോ, ഇവിടേക്ക് 2sക്കാ പോണേ. 2sൽ നിറഞ്ഞതിന് ശേഷം മാത്രമാണ് 2pക്ക് പോണത്. ഈ 2p കഴിഞ്ഞാൽ രണ്ടാമത്തെ ഷെല്ല് ഫില്ലായി. അതിനുശേഷം n ഈക്വൽ 3 മൂന്നാമത്തെ ഷെല്ലിലേക്ക് വന്നു. മൂന്നാമത്തെ ഷെല്ലിലാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഈ മൂന്നാമത്തെ ഷെല്ലിലേക്ക് രണ്ടാമത്തെ ഷെല്ലിൽ പി സബ് ഷെൽ നിറഞ്ഞിട്ടാണ് വരിക. പി സബ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ആയതിനു ശേഷമാണ് 3sലേക്ക് വരുന്നത്. അപ്പോൾ 3sലേക്ക് വന്നു. പിന്നെ 3sൽ 2 ഇലക്ട്രോൺ നിറഞ്ഞതിന് ശേഷം 3pയിലേക്ക് വരികയാണ്. 3pയിലേക്ക് വന്നിട്ട് പിന്നെ എങ്ങോട്ടാ പോണേ? 4sക്ക് അല്ലേ? എന്തുകൊണ്ടാ? ഇവിടെ മൂന്നാമത്തെ ഷെല്ലിൽ 3d എന്ന് പറഞ്ഞൊരു സബ് ഷെല്ലും കൂടെ ഉണ്ട്. പക്ഷേ 4sക്കാണ് പോണത്. അതാണ് നോക്കേണ്ടത്. ഈ 3dനേക്കാളും എനർജി കുറവാണ് 4sന്. അപ്പോൾ 4sൽ നിറഞ്ഞതിന് ശേഷമാണ് 3dയിലേക്ക് പോണത്. കണ്ടോ ഈ ലൈൻ ഇങ്ങനെ പോണത് കണ്ടോ? അപ്പോൾ അത് ശ്രദ്ധിക്കണം. നമുക്ക് ഇവിടെ വരെയാണ് പഠിക്കേണ്ടത് കേട്ടോ. ഈ 4sൽ നിറഞ്ഞതിന് ശേഷമാണ് 3dയിലേക്ക് നിറയേണ്ടത്. അല്ലാതെ മൂന്നാമത്തെ ഷെല്ല് പൂർത്തിയാക്കിയിട്ട് 4sലേക്ക് നിറയ്ക്കരുത്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നോക്കിയേ, നമ്മൾ എങ്ങനെയൊക്കെ എഴുതേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതിനെങ്ങനെ വായിക്കേണ്ടതെന്നാണ്. ഒന്നാമത്തെ ഷെല്ലിൽ സബ് ഷെല്ലിൽ ഇലക്ട്രോൺസ് നിറയുമ്പോൾ, ഇപ്പോൾ 1s എന്ന് നമ്മൾ പറഞ്ഞു, അതിൽ ഒരു ഇലക്ട്രോണാണ് നിറയുന്നതെന്നുണ്ടെങ്കിൽ അതിനെ വായിക്കേണ്ടത് 1s1. ഇനി 2 എണ്ണമാണ് നിറയുന്നതെന്നുണ്ടെങ്കിൽ 1s2. രണ്ടാമത്തെ ഷെല്ലിലേക്ക് പോകുമ്പോഴോ 2s1, 2s2 അങ്ങനെ പോകും കേട്ടോ. ഇനി ഇവിടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കരുത് എന്ന് വെച്ചിട്ട് ഞാൻ ഓരോരോ സബ് ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് നിറയുന്നതെന്നുള്ളത് ഓർമ്മ വരാൻ വേണ്ടി അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എഴുതി നോക്കാം. ഓക്കെ അല്ലേ? ഇവിടെ
ഓരോന്നിൻ്റെയും എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്, ആറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. ഇലക്ട്രോൺസ് എത്രണ്ണാണ് പോകണമെന്നുള്ളത് നമുക്കതൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അങ്ങോട്ട് എഴുതി നോക്കാം ഇല്ലേ. ഇവിടെ 4 ആണ് ആറ്റോമിക് നമ്പർ തന്നിട്ടുള്ളത്. അപ്പോൾ 4 ഇലക്ട്രോൺസ് ആണ് അതിലുണ്ടാവുക. 4 ഇലക്ട്രോൺസ് ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കിയേ. ഒന്നാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു. അതിനുശേഷം രണ്ടാമത്തെ ഷെല്ലിലേക്ക് പോവാം. ഒന്നാമത്തെ ഷെല്ലിൽ ആ ഒരു സബ് ഷെല്ലിലേ ഉള്ളൂ. രണ്ടാമത്തെ ഷെല്ലിലേക്ക് പോയിട്ട് അതിലെ 2 ഫസ്റ്റ് സബ് ഷെല്ല് എന്ന് പറഞ്ഞാൽ എസ് ആണ്, അതിലും 2 എണ്ണം ഫില്ലായി. അപ്പോൾ നമ്മുടെ ഇലക്ട്രോൺ കഴിഞ്ഞു. അപ്പോൾ 1s2 2s2. ഓക്കെ. ഇനി 5 ആണ് ഇലക്ട്രോൺസ് ഉള്ളത്. അപ്പോൾ നമുക്ക് 1sൽ 2 എണ്ണം നിറഞ്ഞു, 2sൽ 2 എണ്ണം നിറഞ്ഞു. പിന്നെ രണ്ടാമത്തെ ഷെല്ലിൽ തന്നെ ഒരു സബ് ഷെല്ലും കൂടി ഉണ്ട്, 2p ഉണ്ട്. ആ 2pയിൽ എത്ര എണ്ണം വേണം? ഇവിടെ 4 എണ്ണം ആയിട്ടുണ്ട്. പിന്നെ 5 ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പോൾ 1 ഫില്ലാക്കി കൊടുത്താൽ ആദ്യത്തെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഫില്ലായി. ഓക്കെ. ഇനി 6 ആണ് ഇലക്ട്രോൺസ് ഉള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ആദ്യം 1s2 പിന്നെ 2 രണ്ടാമത്തെ ഷെല്ലിലേക്ക് പോവാം. 2s2 2p 2pയിൽ എത്ര എണ്ണം വരണം? ഇവിടെ 4 എണ്ണം ആയിട്ടുണ്ട്. അപ്പോൾ 5 6 7 3 എണ്ണം മതില്ലേ? അല്ല, 6 എണ്ണത്തിൻ്റെ ആണ് നമ്മൾ എഴുതണത്, 7ൻ്റെ അല്ലല്ലോ, 6 എണ്ണത്തിൻ്റെ അതാ. അപ്പോൾ നമുക്ക് എത്ര എണ്ണം എഴുതിയാൽ മതി? 2 കൊടുത്താൽ മതി. 2pയിൽ 2. അപ്പം മൊത്തത്തിൽ ഇലക്ട്രോൺസ് 6 എണ്ണമായി. ഈ മുകളിലുള്ള ഇലക്ട്രോൺസ് വെച്ചിട്ട് ഇങ്ങനെ കൂട്ടി കൂട്ടി നോക്കിയാൽ മതി, ഡൗട്ട് വരുമ്പോൾ കേട്ടോ. ഇനി അടുത്തത് 7 ഇലക്ട്രോൺസ് ഉള്ളത് എഴുതി വെക്കാം. 7 ഇലക്ട്രോൺസ് ഉള്ളത് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ വരും? ഇതുവരെ എഴുതിയ പോലെ തന്നെ 1s2 2s2 2p. 2pയിൽ എത്ര എണ്ണം വരും? ഇവിടെ 4 എണ്ണം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി 7 എണ്ണം ആവണമെന്നുണ്ടെങ്കിൽ 3 എണ്ണം. ഓക്കെ. അപ്പോൾ 7 എണ്ണം ഉള്ളത് എഴുതി. ഇനി 8 ഇലക്ട്രോൺസ് ഉള്ളത് എഴുതി നോക്കാം. 8 ഇലക്ട്രോൺസ് ഉണ്ടാകുമ്പോൾ അതേപോലെ ഓരോന്ന് ഫില്ലാക്കി പോകട്ടോ. 1s2 2s2 2p എത്ര എണ്ണം വരണം? 8 എണ്ണം ആവണമെങ്കിൽ 4 എണ്ണം അല്ലേ? അപ്പോൾ ഫില്ലായി. ഇനി 9 ഇലക്ട്രോൺസ് ഉള്ളത് ഉണ്ട് അല്ലേ? 9 ഇലക്ട്രോൺസ് ഉള്ളത് എഴുതാലോ. 1s2 2s2 2p എത്ര? 2p 5 അല്ലേ? ഓക്കെ. 5ഉം 4ഉം കൂടെ കൂട്ടിയാൽ 9 ആയില്ലേ? ഓക്കെ. അപ്പോൾ 9ൻ്റെ ഒന്നും നമ്മൾ എഴുതി. ഇനി നോക്കിക്കേ, ഇവിടെ 10 നിയോണ് വന്നിട്ടുണ്ട്. 10 ഇലക്ട്രോൺസ് ആണ് അതിൽ ആഡ് ആവുക. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതിയത് നോക്കൂ. 1s2 2s2 2p6. ഈ 2p6 വെച്ചാൽ ഇവിടെ കണ്ടോ, പിയിൽ മാക്സിമം 6 ആണ് ഇലക്ട്രോൺസ് എന്നറിയാം. പിന്നെ പിയിൽ പോവില്ല. പിന്നെ അടുത്തത് ഏതിലേക്കാണ് പോവുകയെന്നറിയോ? 3sക്കാണ്. മൂന്നാമത്തെ ഷെല്ലിലേക്ക് പോകും. അപ്പോൾ ഇവിടെ വരെ ആയാൽ രണ്ടാമത്തെ ഷെല്ല് ഫില്ലായി. 10 ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഷെല്ല് ഫില്ലാകും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് അവിടെ നിന്നൊക്കെ എടുത്തിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. നോക്കാം. ഇവിടെ 11 ഇലക്ട്രോൺസ് ഉള്ളത്. നമ്മളിപ്പോൾ 10 ഇലക്ട്രോൺസ് വരെ ഉള്ളത് എഴുതിയല്ലോ. അപ്പോൾ സിമ്പിളല്ലേ 11 ഇലക്ട്രോൺസ് ഉള്ളത് എഴുതാൻ. 1sൽ 2, 2sൽ 2, 2pയിൽ 6 അല്ലേ? അപ്പോൾ 10 നിറഞ്ഞു. ഇനി 3sൽ 1, അപ്പോൾ 11 ആയില്ലേ? ഇനി 20 ഇലക്ട്രോൺസ് ഉള്ളത് എങ്ങനെ എഴുതും? ഇതേപോലെ തന്നെ എഴുതുന്നത്, ഫില്ലാക്കി പോയാൽ മതി. 1s2 2s2 2p6 3sൽ മാക്സിമം പോകുന്നത് 2 പോകും കേട്ടോ. പിന്നെ 2pയിൽ എത്ര എണ്ണം? അല്ല, 3pയിൽ എത്ര എണ്ണം പോകണം? 3pയിൽ മാക്സിമം പോവാം. പി എന്ന് പറഞ്ഞ സബ് ഷെല്ലിൽ 6 എണ്ണം പോലെ.
6 പോയി. ഇപ്പം എത്രയായി എന്നറിയോ നിങ്ങൾക്ക്? 18ആയി. ഇനി 20 ആവണമെന്നുണ്ടെങ്കിൽ ഇനി നോക്കിക്കേ, ഇനി ഏതിലേക്കാണ് പോവുക? 3p കഴിഞ്ഞാൽ എനർജി ഏതിലേക്കാണ് പോകേണ്ടത്? 4sലേക്കാണ് കേട്ടോ. 4sൽ നിറഞ്ഞതിന് ശേഷമാണ് 3Dയിലേക്ക് വരാൻ നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ 4sൽ എസ് എന്ന് പറഞ്ഞ സബ്ഷെല്ലിൽ എത്ര ഫില്ലാവുക? 2. ഇതിൽ 2 ഫില്ലായാൽ പിന്നെ 3Dയിലേക്ക് ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, 4s2 വരെ ഉള്ളൂ. 3D അവിടെ എഴുതേണ്ട ആവശ്യമില്ല, ഇങ്ങനെ എഴുതാതിട്ടാലും പ്രശ്നമില്ല. ഓക്കെ അല്ലേ? ഇനി ഈ ക്രോമിയവും കോപ്പറും ഉണ്ടല്ലോ, ഇതിവിടെ നിൽക്കട്ടെ. ഇതിന് ചില പ്രത്യേകതകൾ ഉള്ളതാണ് കേട്ടോ. 24, 29 ഈ അറ്റോമിക് നമ്പർ ഉള്ളത്. ഇതുപോലെ നമുക്ക് Feൻ്റെത് എഴുതി കൊടുക്കാം. അയൺ ആണ് അല്ലേ. 26 ആണ് അറ്റോമിക് നമ്പർ വന്നിട്ടുള്ളത്. അപ്പോൾ 1s2, 2s2, 2p6, 3s2, 3p6 വരെ എഴുതിയാൽ 18 നിറഞ്ഞു. ഇനി എന്താണെന്നറിയോ വഴിയുള്ളത്? സിമ്പിളായിട്ടുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. 26 എന്നല്ല ഇവിടെ നമ്പർ വന്നേ. ഈ 26 ഫസ്റ്റ് നമ്പർ 2 ആണ്. ആ 2നെ ഇതിൽ കൊടുക്കുക, എസ് കൊടുക്കുക. എന്നിട്ട് അടുത്ത നമ്പർ 6 അല്ലേ, ആ 6നെ ഇങ്ങോട്ടും കൊടുക്കുക. അപ്പോൾ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് പോവാം. ഈ മുകളിലുള്ള ഇലക്ട്രോൺസ് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് എത്ര ആയി എന്ന് നോക്കിയിട്ട് അങ്ങനെയൊക്കെ പോവാം. അതിലും എളുപ്പം ഇതല്ലേ. ഓക്കെ. ഇനി അലുമിനിയം ഉണ്ട് 13 നമ്പർ ഉള്ളത്. അപ്പോൾ നോക്കാം. 1s2, 2s2, 2p6 ഇവിടെ വരെ ആയപ്പോൾ 10 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3sക്ക് ഇനി 2 അല്ലേ എന്നറിയാം. 3sൽ 2 നിറഞ്ഞു. ഇനി 3pക്ക് എത്ര വേണം? 1 മതി. അപ്പോൾ 13 ആയി. ഓക്കെ. ഇനി 16 ആറ്റോമിക് നമ്പർ ഉള്ളത് നോക്കാം. 1s2, 2s2, 2p6, 3s2, 3pയിൽ എത്ര വേണ്ടി വരും? ഇപ്പം എത്രയായി? 12 ആയി. 12 ആയിട്ടുണ്ട്. ഇനി നമ്മൾ 4 എണ്ണം കൊടുത്താൽ പോരെ? 13, 14, 15, 16. അപ്പോൾ 4 2pയിൽ മതി കേട്ടോ. 6 ആക്കേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നോക്കിയാൽ ആർഗൺ. ആർഗണ് ഇവിടെ 18 ആണ്. 1s2, 2s2, 2p6, 3s2, 3p6. ഇപ്പോൾ ആർഗൺ ഫില്ലായി. 18 നിറയൽ 3pയിലാണ് കേട്ടോ. 10 നിറയൽ 2pയിൽ, 18 നിറയൽ 3pയിൽ. അങ്ങനെ ശ്രദ്ധിച്ച് വെക്കുക. എന്നാന്ന് വെച്ചാൽ നമുക്ക് നോബിൾ ഗ്യാസ് വെച്ചിട്ടും ഇത് എഴുതാൻ പറ്റും. ഇങ്ങനെ പരത്തി എഴുതാതെ തന്നെ ഷോർട്ടാക്കിയിട്ട് എഴുതാനുള്ളൊരു മെത്തേഡ് ഉണ്ട്. ഇതാ കണ്ടോ. ഇപ്പോൾ നിയോണിൻ്റെത് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു 14 ആറ്റോമിക് നമ്പറുള്ള ഏതാണെന്നറിയോ? ഇതാണ് ആറ്റം. എങ്ങനെ എഴുതാം? 14 ആറ്റോമിക് നമ്പർ വന്നിട്ടുള്ളത്. അപ്പം ഇതിനെ നമുക്കിപ്പോൾ മായ്ച്ച് കളയാം. 14 ആറ്റോമിക് നമ്പർ വരുമ്പോൾ ഇതിനെ രീതി കാണിച്ചു തരാം. നോബിൾ ഗ്യാസ് വെച്ചിട്ട് എഴുതാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 10 നിയോണില്ലേ, നിയോണിൻ്റെ ആറ്റോമിക് നമ്പർ വരുന്നത് 10 ആണ്. അപ്പോൾ ഈ നിയോണിനെ ബ്രാക്കറ്റിൽ ഇവിടെ കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഇത് 10 ഫില്ലായി. 10 ഫില്ലാവൽ എവിടെ എത്തുമ്പോഴാണെന്ന് മനസ്സിലാക്കണം. 2p വരെയാണ്. 2p കഴിഞ്ഞാൽ എന്താ വരിക? മൂന്നാമത്തെ ഷെല്ല് വന്ന് 3s വന്നു. 3sൽ 3p ഇങ്ങനെയാണ് പോണത് അല്ലേ. അപ്പോൾ ഇനി 10 നിറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എത്രയൊക്കെ ആഡ് ചെയ്യേണ്ടതെന്ന് ബാക്കി എഴുതി കൊടുത്താൽ മതി. 3sൽ 2 വരും. പിന്നെ ഇപ്പോൾ 12 ആയി. ഇനി ബാക്കി 2 3pയിലേക്കും കൊടുക്കുക. അങ്ങനെ ചെറിയ നമ്പറുകൾക്ക് 10 കഴിഞ്ഞതിന് ശേഷമുള്ള നമ്പറുകൾക്ക് ഇങ്ങനെ എഴുതാം. പിന്നെ 20 കഴിഞ്ഞതിന് ശേഷം 18, 19 കഴിഞ്ഞതിന് ശേഷമുള്ള നമ്പറുകൾക്ക് ആർഗൺ വെച്ചിട്ട് എഴുതാം. ആർഗൺ വെച്ചിട്ട് എഴുതുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാ 23 വനേഡിയത്തിന് 23 ആണ് അറ്റോമിക് നമ്പർ വരുന്നത്. അപ്പോൾ ആർഗണ് വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. 3p6 വരെ ഫില്ലായാൽ 18 നിറയും. അപ്പോൾ ഈ 3p കഴിഞ്ഞിട്ട് പിന്നെ ഏതാണോ വരിക? 3d4s അല്ലേ വരുന്നത്. അപ്പം നമ്മൾ ആർഗണ് ബ്രാക്കറ്റിലിട്ട് എഴുതി
അപ്പോൾ 18 ഫില്ലായി. പിന്നെ 3D ഫോറസ് എഴുതുക. എന്നിട്ട് അതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫസ്റ്റ് നമ്പർ ഫോറസ്ക്കും കൊടുക്കുക, സെക്കൻഡ് നമ്പർ 3Dയിലേക്കും കൊടുത്താൽ നമ്മൾ 20 കഴിഞ്ഞിട്ടുള്ളതിനൊക്കെ അങ്ങനെ കൊടുത്താൽ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ മാംഗനീസിൻ്റെതും ആർഗൺ വെച്ച് എഴുതിയാൽ 18 നിറഞ്ഞു. 18 നിറഞ്ഞാൽ പിന്നെ 3Pയിലാണ് 18 നിറയാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം 3D ഫോറസ് ആണ് വരിക. അപ്പം ഈ 2ന് നമ്മൾ ഫോറസ്ക്ക് കൊടുത്തു, 5ന് 3Dക്കും കൊടുക്കുക. അപ്പോൾ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ഇതാ നമ്മുടെ ഒന്നാമത്തത് മുതൽ 13 വരെയുള്ള ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇവിടെ ഉണ്ട്. ഇത് നോക്കിയിട്ട് പഠിക്കാം കേട്ടോ. ഇനി ഞാൻ പറഞ്ഞു 24 ആറ്റോമിക് നമ്പർ ഉള്ളതും 29 ആറ്റോമിക് നമ്പർ ഉള്ളതിനും ചെറിയ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. എന്താണെന്നറിയോ? ക്രോമിയവും കോപ്പറുമാണ്. ഇവർ നമ്മുടെ ഈ 3D പിന്നെ ഫില്ലാവൽ ഫുൾ ഫീൽഡും ഹാഫ് ഫീൽഡും ഉണ്ട്. ഡി എന്ന് പറഞ്ഞിട്ടുള്ള സബ് ഷെല്ലിൽ ഫില്ലാവണമെന്നുണ്ടെങ്കിൽ 10 ഇലക്ട്രോൺസ് വേണം. അപ്പോൾ ഈ 10 ഇലക്ട്രോൺസ് വന്നാൽ ഇതിന് നല്ല സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഈ മൂലകങ്ങൾക്ക് നല്ല സ്റ്റെബിലിറ്റി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് ഫില്ലാവാൻ വേണ്ടിയിട്ട് അടുത്തുള്ള സബ് ഷെല്ലിൽ നിന്നും ഇലക്ട്രോൺസിനെ വാങ്ങും. അങ്ങനെ അതേപോലെ തന്നെയാണ് ഹാഫ് ഫിൽഡ് ആയാലും. ഹാഫ് ഫിൽഡ് എന്ന് പറയുമ്പോൾ 5 ഇലക്ട്രോൺസ് അതിൽ നിറഞ്ഞാലും ഇതിന് സ്റ്റെബിലിറ്റി കൂടും. അപ്പോൾ ഹാഫ് ഫിൽഡും ഫുൾ ഫിൽഡും ആയിട്ടുള്ള ഫുൾ ഫിൽഡ് എന്ന് പറഞ്ഞാൽ ഡി സബ് ഷെല്ലിൽ 10 വരണം, ഹാഫ് ഫിൽഡ് എന്ന് പറഞ്ഞാൽ 5 വരണം. അപ്പോൾ എന്ത് ചെയ്യും എന്നറിയോ? ഇവർ ഈ 20 ഇതാ കണ്ടോ, 24 ആറ്റോമിക് നമ്പർ ഉള്ളതിന് ഇപ്പം നമ്മൾ ആർഗൺ വെച്ചിട്ട് എഴുതിയാൽ 24 ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ എഴുതും പോലെ എങ്ങനെ എഴുതാം? ആർഗൺ കൊടുത്തു, എന്നിട്ട് 3D ഫോറസ് കൊടുത്താൽ ഫോറസിൽ 2ഉം ഇതിൽ 4ഉം ആക്കി എഴുതാം. അപ്പോൾ നമ്മൾ സാധാരണ എഴുതുന്ന രീതിയിൽ ഇങ്ങനെ എഴുതും. പക്ഷേ ഇതിനെന്താണെന്നറിയോ? ഈ 3Dക്ക് സ്റ്റെബിലിറ്റി വേണം. അപ്പോൾ ഒന്നിനെ ആ സൈഡിൽ നിന്ന് വാങ്ങിയാൽ സ്റ്റെബിലിറ്റി കൂടും. അപ്പോൾ എന്ത് ചെയ്യും? ഈ 3D ഫോറസിലെ 2ൽ നിന്നും ഒരു ഇലക്ട്രോൺസിനെ വാങ്ങും. അപ്പോൾ ഇവിടെ 5ഉം ഇവിടെ 1ഉം ആയി മാറുകയാണ്. ഈ ഫോറസിൽ 1നെ വാങ്ങിയാൽ ഇവിടെ 5 ആകും, ഇവിടെ ഫോറസിൽ 1ഉം ആയി മാറുകയാണ്. അതാണ് ഇവരുടെ ഇതിനുള്ള പിന്നെ വ്യത്യാസം എന്ന് പറഞ്ഞത്. അപ്പോൾ 24 ആറ്റോമിക് നമ്പർ ഉള്ളത്. അപ്പോൾ ഇത് ഹാഫ് ഫിൽഡായി. ഇനി അതേപോലെ തന്നെ ഫുൾ ഫിൽഡ് ആവാൻ വേണ്ടിയിട്ട് ഇവിടെ ആരാണ്? കോപ്പറാണ് കേട്ടോ. കോപ്പർ 29 ആണ് അറ്റോമിക് നമ്പർ വരുന്നത്. അതിൽ നമ്മൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സാധാരണ എഴുതും പോലെ ആർഗൺ എഴുതും. നമ്മൾ സാധാരണ തെറ്റിക്കുന്ന ഒരു രൂപമാണ് അല്ലേ. 3D ആദ്യം 3D കൊടുക്കുക. അപ്പോൾ നമുക്കൊന്നും കൂടി ഇപ്പോൾ ഈ ഫോറസ് 3D എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇത് എനർജിയുടെ രൂപത്തിൽ എഴുതിയെന്നുള്ളൂ. 3D ഫോറസ് കൊടുത്താൽ ഇപ്പോൾ 29 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 2ഉം ഇവിടെ 9ഉം നമ്മൾ കൊടുക്കും. അപ്പോൾ ഇങ്ങനെ എഴുതരുതെന്നാണ് പറഞ്ഞത്. ഇവരെന്ത് ചെയ്യും? കോപ്പർ ആണെന്നെങ്കിൽ കോപ്പർ ഫോറസിൽ നിന്നും ഒരു ഇലക്ട്രോൺസിനെ വാങ്ങിയിട്ട് ഇവിടെ 10 ആക്കും. ഇവിടെ 10 ആക്കി ഫുൾ ഫിൽഡ് ആക്കും. അപ്പോൾ ഇനി ഫോറസിൽ എത്ര ഉണ്ടാവുക? 1 ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും കോൺഫിഗറേഷൻ വരുന്നത് കേട്ടോ. ഇതിന് രണ്ടിനും സ്റ്റെബിലിറ്റി കൂടും. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാൻ പോണത് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ അതിൽ നിന്നും എങ്ങനെ ബ്ലോക്ക്, പീരിയഡ് ഇതൊക്കെ കണ്ടുപിടിക്കുക, ഗ്രൂപ്പൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇവിടെ ഇതിൻ്റെ ഓർഡർ പോണത് നമ്മളിപ്പോൾ പറഞ്ഞ
സബ്ഷെല്ലുകൾ പറഞ്ഞില്ല, SPDF അതേ ഓർഡറിലാണ് ബ്ലോക്കുകൾ പോവുക. SPDF എന്നുള്ള ഓർഡറിലാണ്. അപ്പം ഇവിടെ നോക്കിക്കോ, നിങ്ങൾക്ക് കാണുന്നുണ്ടാകും ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പുകാരെ S ബ്ലോക്ക്, പിന്നെ 3 മുതൽ 12 വരെയുള്ളത് D ബ്ലോക്കാണ്, 13 മുതൽ 18 വരെയുള്ളതാണ് P ബ്ലോക്ക്, പിന്നെ താഴെ കിടക്കുന്നതാണ് F ബ്ലോക്ക്. ഓക്കെ അല്ലേ? അതെ, ഇനി നമുക്ക് ഈ ഒരു ആറ്റം തന്നിട്ട് നമുക്ക് ഏത് ബ്ലോക്കിലാന്ന് അങ്ങോട്ട് ചോദിച്ചാൽ എങ്ങനെ മനസ്സിലാവുക അല്ലേ? അപ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചാൽ അതിനെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. അതിനുള്ള മെത്തേഡാണ് ഇനി നമുക്ക് നോക്കാൻ പോണത്. ആദ്യം ഓരോന്നിൻ്റെയും ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമ്മൾ എഴുതാൻ പഠിക്കണം എന്ന് പറഞ്ഞു. ഇവിടെ 4 ആറ്റോമിക് നമ്പർ വന്നിട്ടുള്ളതിന് നമ്മൾ എങ്ങനെ എഴുതാം? 1s2 2s2 ഇതല്ലേ കോൺഫിഗറേഷൻ വരുന്നത്. ഇതിൽ ഏത് സബ്ഷെല്ലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ അടയുന്നത്? എസ് സബ്ഷെല്ലിലല്ലേ? എസ് സബ്ഷെല്ലിലാണ്. അതായിരിക്കും ഇതിൻ്റെ ബ്ലോക്ക്. മനസ്സിലാവുന്നുണ്ടോ? എസ് എന്ന ബ്ലോക്കായിരിക്കും. നമുക്കൊന്ന് നോക്കിയാലോ ഇത് കറക്റ്റാണോ എന്ന്. ഇതട്ടോ, ഈ ബി എന്ന് പറയുന്ന ആറ്റം എസ് ബ്ലോക്കിൽ ഉണ്ടോ എന്ന് നോക്കാം. കണ്ടോ? ഇവിടെ കണ്ടോ? മനസ്സിലായോ എങ്ങനെയാണ് ഇപ്പോൾ കിട്ടുമോ എന്നുള്ളത്? മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി സെക്കൻഡ് വൺ 11 അറ്റോമിക് നമ്പർ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് 10ൻ്റെ നമുക്ക് ഇത് കൊടുത്തിട്ട് എഴുതാമെന്ന് പറഞ്ഞില്ലേ, നിയോൺ കൊടുത്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഓക്കെ, നിയോൺ കൊടുത്താൽ ബ്രാക്കറ്റിൽ നിയോൺ കൊടുക്കുക. നോബിൾ ഗ്യാസിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതാമെന്ന് കേട്ടോ, ഇങ്ങനെ എഴുതണമെന്ന് പറയുക. നിയോൺ കൊടുക്കുക. ഇപ്പോൾ 2p ഫില്ലായി. ഇനി 3s കൊടുത്താൽ 3sൽ ഒന്നും കൂടി വന്നാൽ അതായി. ഇപ്പോൾ ഏതാണ് സബ്ഷെല്ല് ലാസ്റ്റ് ഇലക്ട്രോൺ വരുന്നത്? എസ്സിലാണ് അല്ലേ? അപ്പോൾ അതും ഓക്കെ ആയി. ഇത് അപ്പോൾ ഇതിൻ്റെ ബ്ലോക്ക് കണ്ടുപിടിച്ചില്ലേ? എസ് ബ്ലോക്കാണ്. മനസ്സിലായോ? ഇനി 8 വരുന്നത് നമുക്ക് നോക്കാം. 1s2 2s2 2p4 ഇതിൽ ഇവിടെ പി ആണ് കേട്ടോ. ഇതിൽ ഏതാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്ന സബ്ഷെൽ? പി അല്ലേ? പി സബ്ഷെല്ലാണ്. അപ്പോൾ അതായിരിക്കും അതിൻ്റെ ബ്ലോക്ക്. അടുത്തത് നോക്കാം, 17ആണ്. അപ്പോൾ നമുക്ക് നിയോൺ ഇട്ടിട്ട് എഴുതിയിട്ട് ബാക്കി എഴുതി കൊടുക്കാം. നിയോൺ 10ആയില്ലേ? ഇനി 3s 3p ഇതിൽ എസ്സിൽ 2 3sൽ 2 3pൽ 5 ആയാൽ ഫില്ലായി. ഇതിൽ ലാസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഏതിലാണ്? പി സബ്ഷെല്ലിലാണ് അല്ലേ? അപ്പോൾ പി സബ്ഷെല്ലിലാണ്. അപ്പോൾ അതിൻ്റെ ബ്ലോക്ക് എന്ന് പറഞ്ഞത് പി ആണ്. ഇനി 21 ആറ്റോമിക് നമ്പർ ഉള്ളത്, 21 ആറ്റോമിക് നമ്പർ ഉള്ളത് നമുക്ക് ഏതിട്ടിട്ട് എഴുതി കൊടുക്കാം? ആർഗൺ കൊടുത്ത് എഴുതാം. ആർഗണ് 18 വരൂലേ? ആർഗൺ കൊടുത്താൽ അവിടെ 3p വരെ ഫില്ലാവും. ഇനി 3d 4s ഉണ്ടാവുക. അപ്പോൾ ഇവിടെ 4sൽ 2 3dയിൽ 1. ഏതിലാ ലാസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്? ഈ ലാസ്റ്റ് ഇട്ട സബ്ഷെല്ലല്ല അല്ലേ? ലാസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഡിയിലല്ലേ? 4sൽ നിറഞ്ഞിട്ടല്ലേ ഡിക്ക് പോയത്. അപ്പോൾ ഡി ആണ് ഇവിടെ ലാസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞത്. ബ്ലോക്ക് എന്ന് പറഞ്ഞത് ഡി ആണ്. അടുത്തത് എഴുതി നോക്കാം, എഫിൻ്റെതും ആർഗൺ ഇട്ടിട്ട് തന്നെ എഴുതി നോക്കാം. നമുക്ക് ആർഗൺ എന്നെടുത്തു 3d 4s. 4sൽ 2 ഫില്ലായതിനു ശേഷം ബാക്കി 6 ഡിയിലേക്ക് ഫില്ലാവും. ഇതിലും ഏതിലാ ലാസ്റ്റ് നിറഞ്ഞത്? ഡി ആണല്ലേ?
അപ്പോൾ ഇത് ഡി സബ് ഷെല്ലാണ്. ഇപ്പം നമ്മൾ എസ്സിലെയും പിയിലെയും ഡിയിലെയും ഒക്കെ ബ്ലോക്കുകൾ ഓരോ ബ്ലോക്കിലുള്ള ആറ്റങ്ങൾ എഴുതി. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ദ സബ് ഷെൽ ടു വിച്ച് ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ആഡഡ് വിൽ ബി ദ സെയിം ആസ് ദ ബ്ലോക്ക് ടു വിച്ച് ദ ഇലക്ട്രോൺ ബിലോങ്സ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ഗ്രൂപ്പുകളാണെന്ന് ഞാൻ ഇപ്പോൾ അവിടെ കാണിച്ചു തന്നില്ലേ. ഇവിടെ 1, 2 ഗ്രൂപ്പുകളാണ് എസ് ബ്ലോക്കിൽ വരിക. എസ് ബ്ലോക്കിൽ വരുന്നത് 13 to 18 വരെ പി ബ്ലോക്കിൽ, 3 to 12 വരെ ഏതാണ് ഡി ബ്ലോക്കിൽ. പിന്നെ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിളിൻ്റെ താഴത്തുള്ള 2 റോസ് ആണ്. അപ്പം ഇതുവരെ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പീരിയഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കണം. പീരിയഡ് കണ്ടുപിടിക്കാൻ ആദ്യം ഇതുപോലെ സബ് ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതണം. നോക്കാം, ഇതിൻ്റെ 6 ആണ്. അപ്പോൾ 1s2 2s2 2p2. ഇപ്പോൾ 6 ആയില്ലേ. ഇനി ഹയ്യസ്റ്റ് ഷെൽ നമ്പർ ഏതാണെന്നാണ്. ഹയ്യസ്റ്റ് ഷെൽ നമ്പർ ഇവിടെ 2 ഷെല്ലുകളാണ് വരുന്നുള്ളൂ അല്ലേ. ഒന്നാമത്തെ ഷെല്ലിൽ എസ് എന്ന് പറഞ്ഞ സബ് ഷെൽ മാത്രം, രണ്ടാമത്തെ ഷെല്ലിലാണ് എസും പിയും വരുന്നത്. അപ്പോൾ ഹയ്യസ്റ്റ് ഷെല്ല് എന്ന് പറഞ്ഞാൽ 2 ആണ്. ആ 2 ആണ് ഹയ്യസ്റ്റ് ഷെല്ല്, അതാണ് പീരിയഡ് നമ്പർ. 2 ആണ് ഇതിൻ്റെ പീരിയഡ് നമ്പർ. അടുത്തത് നോക്കാമല്ലോ. അടുത്തത് നോക്കിയേ, ഇവിടെ നിയോൺ ഇട്ട് കൊടുക്കാം അല്ലേ. നിയോൺ ഇട്ട് കൊടുത്താൽ നിയോൺ കൊടുത്തിട്ട് എഴുതുമ്പോൾ ഫില്ലായി. പിന്നെ 3s ആണ് കേട്ടോ കൊടുക്കാം. 3sൽ എത്ര എണ്ണം വേണം? 1. ഇനി ഇവിടെ ഏതാണ് ഹയ്യസ്റ്റ് ഷെൽ നമ്പർ വരിക? നിയോൺ ഫില്ലാവുമ്പോൾ വരെ ഉള്ളത് 2p6 വരെയാണ് നിയോൺ ഫില്ലാവുക. പിന്നെ 3sലാണ് ലാസ്റ്റ് വരുന്നത്. അതിൽ ഹയ്യസ്റ്റ് ഷെൽ നമ്പർ എന്ന് പറഞ്ഞത് 3 ആണ്. അപ്പോൾ 3 ആണ് ഷെൽ നമ്പർ, അതിൻ്റെ പീരിയഡ് നമ്പറും 3 ആണ്. ഓക്കെ, ഇനി സീഷ്യ ആണ് വന്നിട്ടുള്ളത് 21 ഉള്ളത് കേട്ടോ. 21 ഉള്ളത് നമുക്ക് നോക്കാം. ആർഗൺ ഇട്ടിട്ട് കൊടുക്കാം. ആർഗൺ 3d 4s. ഇതിൽ 4sൽ 2, 3dയിൽ 1 ഇങ്ങനെ വരും. ഇവിടെ ഏറ്റവും വലിയ ഷെൽ നമ്പർ ഏതാ? 4 ആണ്. 4ലെ ഷെൽ നമ്പർ വലുത് വരുന്നത്. 4ാമത്തെ ഷെല്ല് വരെ വരുന്നുണ്ട്. അപ്പോൾ 4 ആണ് ഇതിൻ്റെ ഹയ്യസ്റ്റ് ഷെൽ നമ്പർ. അപ്പോൾ പീരിയഡ് എന്ന് പറഞ്ഞത് 4 ആണ്. ക്ലിയർ ആണോ? അപ്പോൾ ദ പീരിയഡ് നമ്പർ ഓഫ് ആൻ എലമെൻറ്റ് ഈസ് ദ ഹയ്യസ്റ്റ് ഷെൽ നമ്പർ ഈസ് ഇറ്റ്സ് സബ് ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഹയ്യസ്റ്റ് ഷെൽ നമ്പർ ആവും അതിൻ്റെ പീരിയഡ് നമ്പർ എന്ന് പറയുന്നത്. ഇനി how to find the group number from subshell electron configuration. എങ്ങനെ നമ്മൾ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷനിൽ നിന്നും ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താം. നമ്മളിപ്പോൾ കണ്ടെത്തിയത് ബ്ലോക്കും പീരിയഡാണ്. ഗ്രൂപ്പ് നമ്പർ കണ്ടെത്തണമെങ്കിൽ ഓരോ ബ്ലോക്കിനെ നമ്മൾക്ക് കണ്ടെത്താൻ പറ്റണം. നമുക്ക് പറ്റുമല്ലോ. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഇതൊക്കെ ലാസ്റ്റ് ഏതിലാണോ ഇലക്ട്രോൺ എന്ന് പറയുന്നത് അതായിരിക്കും അതിൻ്റെ ബ്ലോക്ക്. അപ്പോൾ അതിൽ നിന്നും ഓരോ ബ്ലോക്കിനും വ്യത്യാസങ്ങളുണ്ട് കണ്ടെത്താൻ കേട്ടോ. ഗ്രൂപ്പ് നമ്പർ എസ് ബ്ലോക്കിൻ്റെതാണെന്നുണ്ടെങ്കിൽ അതിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ, ഔട്ടർമോസ്റ്റ് സബ് ഷെല്ലിൽ എത്രയാണോ ഇലക്ട്രോൺസ് നിറയുന്നത് അതായിരിക്കും അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം. ആദ്യം കോൺഫിഗറേഷൻ എഴുതാം. സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 1s2 2s2 2s2 വേണ്ട, 3 ആണല്ലേ. അപ്പോൾ 3s1 മതി. ഇവിടെ ബ്ലോക്ക് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എസ് ബ്ലോക്ക്, എസ്സിലാണ്, അതാണ് എസ് ബ്ലോക്ക്. ഇവിടെ ഔട്ടർ മോസ്റ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെല്ല്, ലാസ്റ്റിൽ
ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസാണെന്ന് അറിഞ്ഞിട്ടുള്ളത്? സബ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണ് അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. മനസ്സിലായോ? അടുത്തതും കൂടെ പറയാം കേട്ടോ. ഇവിടെ നിയോൺ ഇട്ടിട്ട് നമുക്ക് എഴുതി കൊടുക്കാം. 3s1. ഇതിൽ ലാസ്റ്റിൽ വരുന്ന ബ്ലോക്ക് ഏതാ? ലാസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എസ് ബ്ലോക്ക്. എസ് ബ്ലോക്കിൽ ഇലക്ട്രോൺ എത്രയാണെന്ന് അറിയുന്നത്? 1 ആണ്. അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ 1 ആണ്. ഇനി ഇവിടെ 12 വരുന്നത് അല്ലേ? മഗ്നീഷ്യം നോക്കാലോ. നിയോൺ ഇട്ടിട്ട് തന്നെ കൊടുക്കാം. 3s 3p 3p എഴുതേണ്ട ആവശ്യമില്ല. നിയോണ് 10 വരും. 3sൽ 2 വന്നാൽ അത് ഫില്ലാവും. അപ്പോൾ ഈ 3pൻ്റെ ആവശ്യം വരില്ല. ഓക്കെ. ഇനി എത്രയാണെന്ന് ബ്ലോക്ക് ഏതാണ് വരുന്നത്? എസ് ആണ് അല്ലേ? ലാസ്റ്റിൽ എസ്സിലാണ് നിറയുന്നത്. ആ എസ്സിൽ എത്ര ഇലക്ട്രോൺസ് ആണ് നിറഞ്ഞിട്ടുള്ളത്? 2 ആണ്. അപ്പോൾ രണ്ടാമത്തെ ഗ്രൂപ്പാണ്. ഇനി അടുത്തത് നോക്കാം. 20 ആറ്റോമിക് നമ്പർ വന്നിട്ടുള്ളത്. ആർഗൺ ഇട്ടിട്ട് എഴുതി നോക്കാം അല്ലേ? ആർഗൺ കൊടുത്തു. ഇനി 3d4s. ഇതിൽ ലാസ്റ്റ് 2 വരും. അപ്പം 4sൽ ആണ്. എസ് എന്ന് പറഞ്ഞ ബ്ലോക്കാണല്ലേ? ലാസ്റ്റിൽ എസ് ബ്ലോക്കിലാണ്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് പിന്നെ സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉള്ളത്? 2. ഇപ്പോൾ രണ്ടാമത്തെ ഗ്രൂപ്പാണ്. അപ്പോൾ എസ് എന്ന് പറഞ്ഞതാണ് എല്ലാ ബ്ലോക്കും ഇതിൽ അല്ലേ? എസ് ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കാണാൻ ഔട്ടർ മോസ്റ്റ് എസ് സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണോ ഉള്ളത് അതായിരിക്കും അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. മനസ്സിലായോ? ഇനി പി ബ്ലോക്കിൻ്റെ എങ്ങനെ കാണാമെന്ന് നോക്കാം. ഇവിടെ എലമെൻസും അതിൻ്റെ സബ് ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷനും തന്നിട്ടുണ്ട്. നമ്മൾ എഴുതണ്ട കേട്ടോ. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. The group number of P block elements is the number of obtained by adding the 10 to the number of outermost electron. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണോ ആഡായിട്ടുള്ളത് അതിൻ്റെ കൂടെ നമ്മൾ 10 കൂട്ടാം. ഷെല്ലിലാണ്, സബ് ഷെല്ലിലല്ല. അത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഔട്ടർമോസ്റ്റ് ഷെല്ല് എന്ന് പറഞ്ഞാൽ 2 ആണ്. രണ്ടാമത്തെ ഷെല്ലിൽ എസും പിയും ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എസ്സിലെ 2ഉം പിയിലെ 1ഉം. അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 3 അല്ലേ? അതിനോട് 10 കൂട്ടിയാൽ 13 കിട്ടും. അപ്പോൾ അതായിരിക്കും ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ പിയിലെയും എസ്സിലെയും ഇലക്ട്രോൺസ് ആഡ് ചെയ്ത് നോക്കിയാൽ 4 കിട്ടും. ആ 4നോട് 10 ആഡ് ചെയ്താൽ 14 കിട്ടും. ആണല്ലോ. അതുപോലെ ഇവിടെ പിയിൽ 3, എസ്സിൽ 2. ലാസ്റ്റിലെ ഷെല്ലാണ് കേട്ടോ നോക്കണേ. ഇവിടെ രണ്ടാമത്തെ ഷെല്ലിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ 5 ആണ്. 5നോട് 10 ആഡ് ചെയ്താൽ 15 കിട്ടും. ഇവിടെയും ലാസ്റ്റിൽ രണ്ടാമത്തെ ഷെല്ലാണ് വന്നിട്ടുള്ളത്. 4ഉം 2 ആണ്. 4ഉം 2ഉം ആഡ് ചെയ്താൽ 6. 6നോട് 10 ആഡ് ചെയ്താൽ 16 കിട്ടി. ഇവിടെ 3 ആണ് വന്നിട്ടുള്ളത് അല്ലേ? ഷെൽ നമ്പർ 3യിൽ എത്ര സബ് ഷെല്ലുകളാണ് വന്നിട്ടുള്ളത്? എസും പിയും ഉണ്ട്. അതിൽ 5ഉം 2ഉം. അപ്പോൾ 7 വന്നു. 7നോട് 10 ആഡ് ചെയ്യുക, 17 കിട്ടി. അതാണ് ഗ്രൂപ്പ് നമ്പർ. ഇവിടെയും ഏതാണ്? മൂന്നാമത്തെ ഷെല്ലിൽ എസും പിയും സബ് ഷെല്ലുകളാണ് വന്നിട്ടുള്ളത്. അതിൽ 6ഉം 2ഉം ആണുള്ളത്. അതിനോട് 6ഉം 2ഉം ആഡ് ചെയ്യുമ്പം 8 കിട്ടി. 8നോട് 10 ആഡ് ചെയ്താൽ 18 കിട്ടി. അങ്ങനെയാണ് പി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്തുന്നത്. എങ്ങനെയാണ് ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ വേണ്ടിയിട്ട്? ആദ്യം
ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ആഡ് ചെയ്യാം. അതിനുശേഷം അതിനോട് 10 ഡിജിറ്റ് ആഡ് ചെയ്യാം. ഇനി ഡി ബ്ലോക്ക് എലമെൻസിൻ്റെത് എങ്ങനെയാണ് കാണാൻ നോക്കാം. ഡി ബ്ലോക്കിന് നമുക്ക് ഇത് എഴുതാണ്ടല്ലേ, കോൺഫിഗറേഷൻ എഴുതാണ്ട്. ഒക്കെ നമുക്ക് എഴുതാം. ആർഗൺ ഇട്ടിട്ട് ഇവിടെ എഴുതി കൊടുക്കാം. ആർഗൺ കൊടുത്താൽ 2 1 ഇങ്ങനെ വരും. ഇതിൽ എങ്ങനെയാണെന്ന് ആദ്യം നോക്കണം. എങ്ങനെയാണ് ഇവിടെ ലാസ്റ്റിലെ ലാസ്റ്റിൽ വരിക എന്ന് പറഞ്ഞാൽ ഡി ബ്ലോക്ക് അല്ലേ. ഡി ബ്ലോക്ക് വരണമെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റിൽ നിറഞ്ഞിട്ടാണല്ലോ ഡിക്ക് വരുന്നത്. അപ്പോൾ ഈ ലാസ്റ്റ് വരുന്ന ഡിയിലെയും എസ്സിലെയും ലാസ്റ്റ് ഔട്ടർ മോസ്റ്റ് ആയിട്ട് വരുന്ന ഡിയിലെയും എസ്സിലെയും ഇലക്ട്രോൺസ് ആഡ് ചെയ്താൽ മതി. ഇവിടെ ഈ 1ഉം 3ഉം കൂടി 1ഉം 2ഉം കൂടി ആഡ് ചെയ്താൽ 3 കിട്ടും. അതാണ് ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ വരിക. കണ്ടോ, ഇത് 2ഉം കൂടി ആഡ് ചെയ്താൽ 3ആണ് കിട്ടുക. അതായിരിക്കും ഗ്രൂപ്പ് നമ്പർ. ഇനി ഈ ക്രോമിയത്തിൻ്റെ നോക്കാം. ക്രോമിയത്തിൻ്റെത് എങ്ങനെയാണ് വരിക നോക്കിയേ. ആർഗൺ 3D 4s ഇതിൽ 2 4 2ഉം 4ഉം കൂടി ആഡ് ചെയ്ത് നോക്കിയേ. എത്ര കിട്ടും? 6 കിട്ടും. ഈ 6 ആയിരിക്കും ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. മനസ്സിലായോ? ഇനി അടുത്തത് നോക്കാം. Feൻ്റെത് കേട്ടോ. ആർഗൺ 3D 4s ഇതിൽ 2ഉം 6ഉം എന്താ കിട്ടുക? 8 കിട്ടും അല്ലേ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ അതായിരിക്കും ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. അടുത്തത് നോക്കാം. 29 ആണ്, നമ്മുടെ കോപ്പറാണ്. അപ്പോൾ നമ്മൾ എഴുതുന്നത് എങ്ങനെയായിരുന്നു? ആർഗൺ കഴിഞ്ഞിട്ട് 3Dയിൽ 4sഉം വന്നാൽ 4sൽ 1ഉം 3Dയിൽ 10ഉം ആയിരുന്നു അല്ലേ. അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 11 അല്ലേ. 11. ഓക്കെ. ഇനി 13. എങ്ങനെ മക്കളെ 13ൻ്റെത് എഴുതാം? നമ്മൾ ആർഗൺ ഇട്ടിട്ട് തന്നെ എഴുതാലോ. ആർഗൺ ഇട്ടിട്ട് എഴുതി കൊടുക്കാം. 3D 4s ഈ 3D 4sൽ 2 എന്നറിയും. ബാക്കി 10 ഉണ്ടാവും കേട്ടോ. എന്നാലാണ് നമുക്ക് 30 ആവുള്ളൂ. ഇവിടെ വരെ ആർഗൺ വരെ 18, പിന്നെ 4sൽ 2ഉം കൂടി നിറഞ്ഞാൽ 20 പിന്നെ ബാക്കി 10 3Dയിൽ. അപ്പോൾ 3Dയിൽ ഫുൾ ഫിൽഡ് ആയില്ലേ. അപ്പോൾ ഈ 10ഉം 2ഉം കൂടി ആഡ് ചെയ്യാണ് നമുക്ക് ഇവിടെ വേണ്ടത്. അപ്പോൾ അത് 12. അപ്പോൾ ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിച്ചു. ഇങ്ങനെ ലാസ്റ്റിലെ സബ്ഷെല്ല് എസ് സബ്ഷെല്ലിലെയും ഡി സബ്ഷെല്ലിലെയും ഇലക്ട്രോൺസ് ആഡ് ചെയ്യുക.